അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ. ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കിയത് നമ്മൾ എണ്ണയില്ലാത്ത ചപ്പാത്തിയും നല്ല അടിപൊളി മുട്ട റോസ്റ്റാണ്. മുട്ട റോസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. കുക്കറിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി ഈ ചട്ടിയിലിട്ട് ഇളക്കി മറിക്കണേക്കാട്ടും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ ഒരു 2 വിസിലടിപ്പിച്ചാൽ നമ്മളെ മുട്ട റോസ്റ്റ് അടിപൊളിയായിട്ട് ശരിയാക്കി എടുക്കാം. അതിന് വേണ്ടത് ഞങ്ങൾ 4 പേരുള്ള അതുകൊണ്ട് 4 കോഴിമുട്ട നമ്മൾ എടുത്തുക്കണം. പിന്നെ ഒരു 3 വലിയ ഉള്ളി, ചെറുതാണ് കേട്ടോ, ചെറിയ വലിയ ഉള്ളിയാണ്. പിന്നെ കുറച്ച് ഇഞ്ചിയും ചെറിയ കഷ്ണമാക്കിയിട്ട് ചെറിയ ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ വെളുത്തുള്ളി. അത് നമ്മൾ കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഫസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ വലിയ ഉള്ളിയാണ് ഇടുന്നത് കേട്ടോ. വലിയ ഉള്ളി ഇട്ടാലും വല്ലാതെ വഴറ്റി എടുക്കണ്ട കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെറുതെ വഴറ്റിയാൽ മതി. കാരണം നമ്മൾ വിസിലടിപ്പിച്ചതിൻ്റെ ശേഷം നല്ല ബന്ധം ഉടഞ്ഞുണ്ടാവും. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് ഉള്ളി വഴന്ന് വന്നതിൻ്റെ ശേഷം നമ്മൾ തക്കാളിയും അങ്ങനെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് കഷ്ണങ്ങളായിട്ട് വെട്ടിയിട്ട് അതും അതിലിടുക. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് മുളക് പൊടി ഇടുക, കുറച്ച് മല്ലിപ്പൊടി ഇടുക. അങ്ങനെ ഇതൊന്നും കണക്കൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് പറയുക, എനിക്ക് കുട്ടികളാണ്, അവർ ചെറുതാണ്, അപ്പോൾ അവർക്ക് അങ്ങനെ എരിവ് ഇഷ്ടമല്ല. ഞാൻ എൻ്റെ ഇതിൽ അറിയാം, പക്ഷേ നല്ല അടിപൊളിയാണ് കേട്ടോ. എന്നാൽ എരിവ് കുറച്ചുണ്ടേനും എന്നാൽ അവർക്ക് ഇടങ്ങറാവാല്ല എരിയില്ലേനും അങ്ങനെയാണ്. പിന്നെ കുറച്ച് ഗരം മസാല ഇടും, കുറച്ച് ചിക്കൻ മസാല ഇടാൻ. ഗരം മസാലയും ചിക്കൻ മസാല നമ്മൾ പാക്കറ്റിൽ കുറച്ച് അങ്ങനെ ഇടലാണ്, അല്ലാതെ അതിനായിട്ട് നമ്മൾ ടീസ്പൂണും ഇതൊന്നും കണക്കാക്കണില്ല. അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് ചെറിയ ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ വിസിലടിപ്പിക്കല്ലേ, അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം അതിലേക്ക് നമ്മൾ ഒഴിക്കും കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ നമ്മൾ അടച്ച് വെക്കും. ഒരു 2 വിസിൽ മതി. ആ 2 വിസിൽ ആകെ തക്കാളി ഒന്നും വല്ലാതെ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ 2 വിസിൽ ആക്കിയതിൻ്റെ ശേഷം നമ്മൾ തുറന്ന് നോക്കിയാൽ ഉള്ളിയും തക്കാളിയും ഒക്കെ ഉടഞ്ഞ് നല്ല അടിപൊളിയായിട്ട് മുട്ട റോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബായ്.